ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. മുൻ ISRO മേധാവി കസ്തൂരി രംഗൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു. 1993 മുതൽ 2003 വരെ ISRO മേധാവിയായിരുന്നു. സായ്കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സായ്കുമാർ, എപ്പോഴായിരുന്നു അന്ത്യം? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, അല്പം മുമ്പാണ് ഇന്ത്യയിൽ ഏറെ പ്രശസ്തനായ കസ്തൂരി രംഗൻ അന്തരിച്ചിരിക്കുന്നത്. അദ്ദേഹം ISROയുടെ മുൻ മേധാവിയാണ്. അദ്ദേഹത്തിന് 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. 1993 മുതൽ 2003 വരെയാണ് ISRO മേധാവിയായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചത്. ആ സമയത്ത് ISROയുടെ നിർണായകമായ ഒട്ടേറെ കണ്ടുപിടുത്തങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരാൾ കൂടിയായിരുന്നു കസ്തൂരി രംഗൻ. 2003 മുതൽ 2009 വരെ അദ്ദേഹം പദവിയിൽ ഇരുന്നു. നിരവധി പുരസ്കാരങ്ങൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആസൂത്രണ കമ്മീഷൻ അംഗമായിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ വൈസ് ചാൻസലർ, കർണാടക വിജ്ഞാൻ കമ്മീഷന്റെ അംഗം, ബംഗളൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ഡയറക്ടർ, ഇങ്ങനെ ഒട്ടനവധി മേഖലകളിൽ അവസാന നാൾ വരെയും സുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം. ഡോക്ടർ കൃഷ്ണസ്വാമി കസ്തൂരി രംഗൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. പ്ലാനിംഗ് കമ്മീഷനിലൊക്കെ അംഗമായിരുന്നു അദ്ദേഹം. ഈ ISROയുടെ മേധാവിയായിരിക്കുന്ന സമയത്താണ് ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെയൊക്കെ നിർണായകമായിട്ടുള്ള നടപടികൾ നടക്കുന്നത്. 2003 ഓഗസ്റ്റ് 27-നാണ് അദ്ദേഹം സ്ഥാനമൊഴിയുന്നത്. ഇസ്രോ സാറ്റലൈറ്റ് സെന്ററിന്റെ ഡയറക്ടറായിരുന്നു. പുതുതലമുറ ബഹിരാകാശ പേടകം, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്, ഇന്ത്യൻ റിമോട്ട് സെൻസറിംഗ് സാറ്റലൈറ്റ്, ശാസ്ത്രീയ ഉപഗ്രഹങ്ങൾ എന്നിവയുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക്, കണ്ടുപിടുത്തങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം. ഇന്ത്യയുടെ ആദ്യത്തെ 2 പരീക്ഷണാത്മക ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളായ ഭാസ്കര 1-ൻ്റെയും ഭാസ്കര 2-ൻ്റെയും പ്രൊജക്ട് ഡയറക്ടർ കൂടിയായിരുന്നു അദ്ദേഹം. തുടർന്ന് ആദ്യത്തെ പ്രവർത്തനക്ഷമമായ ഇന്ത്യൻ റിമോട്ട് സെൻസറിംഗ് ഉപഗ്രഹമായ IRS-1A മൊത്തത്തിലുള്ള ദിശയുടെ ഉത്തരവാദിത്വവും അദ്ദേഹത്തിനായിരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ് അദ്ദേഹം. പത്മവിഭൂഷണമൊക്കെ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രുതി, അതാണ്, പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ച ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഒപ്പം 1994 മുതൽ 2003 വരെ 9 വർഷമാണ് ഇസ്രോയുടെ മേധാവിയായിരുന്നത് അദ്ദേഹം. പിന്നീട് 2003 മുതൽ 2009 വരെ രാജ്യസഭാ MP-യുമായിട്ടുണ്ട്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, മരണവുമായി ബന്ധപ്പെട്ട് എപ്പോഴായിരുന്നു, എവിടെയായിരുന്നു അദ്ദേഹം എന്നാണ് മനസ്സിലാക്കുന്നത്? ശ്രുതി, അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ബംഗളൂരുവിലായിരുന്നു അദ്ദേഹം സ്ഥിരതാമസമുണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. രാജ്യം ഇതിനോടകം തന്നെ പരമോന്നത പുരസ്കാരങ്ങളെല്ലാം നൽകി ആദരിച്ച ഒരു ശാസ്ത്ര പ്രതിഭ കൂടിയാണ് ISROയുടെ മുൻ ചെയർമാൻ കൂടിയായ ഡോക്ടർ കസ്തൂരി രംഗൻ. അദ്ദേഹത്തിന് 1982 പത്മശ്രീ നൽകുന്നു, 1992 പത്മഭൂഷൺ നൽകുന്നു, പത്മവിഭൂഷൺ 2000 നൽകുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെയെല്ലാം പല ഘട്ടങ്ങളിൽ രാജ്യം ആദരിച്ചിട്ടുണ്ട്. അത്രമേൽ ഈ അവസാന നാൾ വരെയും അദ്ദേഹം വഹിച്ചിട്ടുള്ള എല്ലാ പദവികളിലും അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. രാജ്യത്തിൻ്റെ ശാസ്ത്രക്കുതിപ്പിൽ ഒട്ടേറെ നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ, സംഭാവനകൾ നൽകിയിട്ടുള്ളൊരു ശാസ്ത്ര പ്രതിഭ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നുള്ളത് ഇന്ത്യയുടെ ശാസ്ത്ര വളർച്ചയിൽ അദ്ദേഹം കൈവച്ചിട്ടുള്ള മേഖലകളിലെല്ലാം ഒരു തീരാ നഷ്ടം തന്നെയാണ്. ഒട്ടേറെ ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ ഉയർന്ന ഊർജ്ജ എക്സ്റേ, ഗാമാറേ ജ്യോതിശാസ്ത്രം, ഒപ്റ്റിക്കൽ ജ്യോതിശാസ്ത്രം എന്നിവയിലൊക്കെയുള്ള ഗവേഷണങ്ങളിലൊക്കെ തൽപരൻ കൂടിയായിരുന്നു അദ്ദേഹം. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി പ്രധാന ശാസ്ത്ര അക്കാദമികളിലൊക്കെ അംഗം കൂടിയായിരുന്നു ഡോക്ടർ കസ്തൂരി രംഗൻ. അദ്ദേഹം ബംഗളൂരിലെ ഇന്ത്യ അക്കാദമി ഓഫ് സയൻസിൻ്റെ പ്രസിഡന്റും ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ ജനറൽ പ്രസിഡന്റും ഒക്കെയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ സേവന മേഖലകൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൈവച്ചിട്ടുള്ള മേഖലകളിലെല്ലാം അതിൻ്റേതായ സംഭാവനകൾ രാജ്യത്തിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഏകദേശം 9 വർഷത്തോളമാണ് അദ്ദേഹം ISROയുടെ ചെയർമാനായി ഉണ്ടായിരുന്നത്. ആ ഘട്ടങ്ങളിലൊക്കെ ഇന്ന് ISRO എത്തിയിട്ടുള്ള നേട്ടങ്ങളിലൂടെയൊക്കെ ഒരു ചാലകശക്തിയായി, തുടക്കക്കാരനായി മാറാൻ അദ്ദേഹത്തിന് ആ ഘട്ടങ്ങളിൽ കഴിയുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ബഹിരാകാശ മേഖലയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ എന്നും രാജ്യം
ഓർത്തുവെക്കും. അദ്ദേഹത്തിൻ്റെ പേരിൽ അടയാളപ്പെടുത്തലുകളായി ഉണ്ടാകും. അതോടൊപ്പം രാജ്യസഭാ MP, ആസൂത്രണ കമ്മീഷൻ്റെ അംഗം എന്നീ നിലകളിലൊക്കെ വൈവിധ്യപൂർണമായ മേഖലകളിലൊക്കെ തൻ്റെ സേവന അദ്ദേഹം നൽകിയിട്ടുണ്ട് രാജ്യത്തിന്. അത് എക്കാലവും അത് ഓർത്ത് വെക്കപ്പെടുകയും ചെയ്യും. 2003 മുതൽ 2009 വരെയാണ് അദ്ദേഹം രാജ്യസഭാ MP ആയി ഉണ്ടായിരുന്നത്. 9 വർഷം അദ്ദേഹത്തിൻ്റെ ബഹിരാകാശ മേഖലകൾക്ക് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ നൽകി. ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ കുതിപ്പുകൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചാലകശക്തിയായി മാറാനും കസ്തൂരിരംഗൻ്റെ ഇടപെടലുകൾക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ശാസ്ത്ര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. തീർച്ചയായിട്ടും ഓർത്തെടുക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. മുൻ ISRO മേധാവി കസ്തൂരിരംഗൻ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 1993 മുതൽ 2003 വരെ ISRO മേധാവിയായിരുന്നു. സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.